മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഡെയിലി ടാസ്ക് നടക്കുകയാണ്. പെൻസിൽ വട്ടം എന്നൊരു ടാസ്ക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. 5 പേരുള്ള 2 ഗ്രൂപ്പുകളായി തിരിയുക. അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരിക്കും ഇവരുടെ ടാസ്ക് നടക്കുന്നത്. 5 പേരും ഒരു വൃത്താകൃതിയിൽ നിന്നതിന് ശേഷം ഒരു വിരൽ കൊണ്ട് പരസ്പരം ഒരു പെൻസിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം എതിർവശത്തുള്ള പെഡസ്റ്റലിലുള്ള ബൗളിൽ താഴെ പോകാതെ കൊണ്ടുപോയി ഇടണം. അങ്ങനെ ഏറ്റവും കൂടുതൽ പെൻസിലുകൾ സ്വീകരിക്കുന്ന ടീമായിരിക്കും ഈ ടാസ്കിലെ വിജയി. അവർക്കൊരു സ്നേഹ സമ്മാനവും ഉണ്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ടീമിൽ, അതായത് ടീം എയിൽ അക്ബർ, സാബുമാൻ, ബിന്നി, ലക്ഷ്മി, നെവിൻ. ടീം ബിയിലെ 5 പേർ ഷാനവാസ്, ആര്യൻ, ആദില, നൂറ, അനുമോൾ. വിധികർത്താവായി അനീഷാണ്. അങ്ങനെ എന്തായാലും ടാസ്ക് ആരംഭിക്കുന്നു. ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കളിച്ചതും നല്ല കോർഡിനേഷനോടുകൂടി കളിച്ചതും ടീം എ ആണ്. അതായത് അക്ബറിൻ്റെ ആ ഒരു ടീമായിരുന്നു. ടീം ബി അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷേ അവർക്കെന്തോ ഹൈറ്റ് പ്രശ്നമുണ്ടായിരുന്നു. കാരണം അനുമോൾക്കും ആദില, നൂറയ്ക്കൊക്കെ ഹൈറ്റ് കുറവായിരുന്നു. ഷാനവാസിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ കൈ പെട്ടെന്ന് വേദനിക്കുന്നുണ്ടായിരുന്നു. 2-3 തവണ അനുമോളുടെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ വീണു. പിന്നെ കുറച്ച് കള്ളത്തരമൊക്കെ ടീം ബി കാണിച്ചു. പ്രത്യേകിച്ച് ആദിലയും ആര്യനും പെൻസിൽ 2 കൈ കൊണ്ടൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അനീഷിന് 2 ടീമിനെയും കൂടി സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ആദിലയുടെ കയ്യിൽ നിന്നും ഒരു പെൻസിൽ താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് കൈക്കിട്ട് അടിക്കുന്നുണ്ട്. ഒരു ചെറിയ അടിയാണ് കൊടുക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആദിലയ്ക്ക് ദേഷ്യം വരുന്നു. ആദില ദേഷ്യപ്പെട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അത് ഷാനവാസിന് നല്ല രീതിയിൽ ഫീലായി. അത് നമുക്ക് ആ ഒരു ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആദിലയോടുള്ള ആ ഒരു ഫ്രീഡത്തിന്റെ പുറത്താണ് ആ ഒരു ചെറിയ തല്ല് കൊടുത്തത്. പക്ഷേ ആദില അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഷാനവാസും കരുതിയില്ല. പിന്നീട് ആദില അപ്പം തന്നെ പോയി സോറിയൊക്കെ പറഞ്ഞ് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിന്റെ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ടീം എ വിജയിച്ചിരിക്കുകയാണ്. വിജയിച്ച ഈ ടീമിന് ബിഗ് ബോസ് നൽകിയ സ്നേഹസമ്മാനം ഒന്നുമല്ല, 5 പേടയാണ്. അങ്ങനെ ഇന്നത്തെ ഡെയിലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.